ഓപ്പൺ മൈൻഡഡ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് അപ്രോച്ച്. കസ്റ്റമർ ഡിലൈറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഓപ്പൺ മൈൻഡഡ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് അപ്രോച്ച് എന്ന സംഭവത്തിനെ കുറിച്ച്. ഓപ്പൺ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് വിചാരിക്കുന്നത്? ഓപ്പൺ മൈൻഡ്, ഒരാൾ ഓപ്പൺ മൈൻഡ് ആയിരിക്കണം, അയാളുടെ അപ്രോച്ചുള്ള ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? അപ്പോൾ എല്ലാവരും യുവാക്കളാണ്. യുവാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ യുവാക്കളുടെ ഇപ്പോഴത്തെ ഇടപെടലുകൾ, അവരുടെ ഡീലിങ് നമുക്ക് കാണുമ്പോൾ തോന്നും ഭയങ്കര ഡീപ്പ് ആൻഡ് ഓപ്പൺ മൈൻഡഡ് ആണെന്ന് തോന്നും. പക്ഷേ എൻ്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില സ്റ്റഡീസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത് കുറച്ചിങ്ങനെ പുറത്തുകൂടെ പോകുന്ന സാധനം മാത്രമാണ്. ആ ഡീപ്പ് റിലേഷൻഷിപ്പ് വളരെ കുറവായിരിക്കും. അവർ ഇൻസ്റ്റൻ്റായിട്ട് വരുന്ന ചില സംഭവങ്ങളിൽ നമുക്ക് പുറത്തൊരാൾക്ക് കാണുമ്പോൾ തോന്നും ദേ ആർ വെരി ക്ലോസ്, വളരെ ഓപ്പൺ മൈൻഡായിട്ടാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഞാൻ എൻ്റെ പല വലയങ്ങളിലും പല സൗഹൃദങ്ങളിലും ഞാൻ കണ്ടുള്ളതിൽ അത്ര ഓപ്പൺ മൈൻഡല്ല. കുറച്ച് ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിന് തുറന്ന ഒരു മനസ്സുണ്ടായിരിക്കണം. തുറന്ന മനസ്സിനെ തന്നെയാണ് ഓപ്പൺ മൈൻഡഡ് എന്ന് പറയുന്നത്. തുറന്ന മനസ്സെന്ന് ഉണ്ടാകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ അത്തരം ചില അനുഭവങ്ങളോ അത്തരം ചില സിറ്റുവേഷൻസോ നമുക്ക് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കണം നമ്മുടെ മനസ്സിൽ. അത് ഓരോ കാര്യങ്ങളെയും നമ്മൾ കാണുന്ന നമ്മുടെ കാഴ്ചപ്പാട് ഈ ഓപ്പൺ മൈൻഡ്നെസ്സിൻ്റെ അത് കൂടുതലായിട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്രിയേറ്റീവ് പേഴ്സൺസ് അതിനൊക്കെ തന്നെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ഈഗോ ഉണ്ടെന്ന് പണ്ട് തൊട്ടേ പറയപ്പെടുന്നൊരു കാര്യമാണ്. ക്രിയേറ്റീവ് ഏജൻസികളിലൊക്കെ ഒരുപാടുണ്ടാകുന്ന സംഭവങ്ങൾ അതിനാണ്. പക്ഷേ ഇതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഒരാളൊരു നല്ല കാര്യം ചെയ്യുന്നത്, അല്ലാതെ ഒരാളൊരു നല്ല കാര്യം ചെയ്യുന്ന സംഭവത്തിന് മേ ബി സെയിം പാർട്ടിസ്റ്റുകൾ തമ്മിൽ തന്നെ ആയിരിക്കുക. ഇപ്പോൾ ആത്തിഫ് ഒരു നല്ല അടിപൊളി വർക്ക് ചെയ്യുകയാണ്. ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനെ മനസ്സുകൊണ്ട് തന്നെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. അത് ആത്മാർത്ഥമായിട്ട് ഇത് കൊള്ളാം എന്ന് പറയുന്നതിനൊക്കെയല്ല, അത് ആത്മാർത്ഥമായിട്ട് ആ ഒരു വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു ഓപ്പൺ മൈൻഡ്നെസ്സാണ്. അതല്ല അത് മനസ്സിലിങ്ങനെ ഇരിക്കണം, അവൻ എന്നെക്കാട്ടി നല്ല വർക്ക് ചെയ്തു. അതിനൊരു സ്പിരിറ്റായിട്ട് കണ്ടിട്ട് ആ ഒരു സിറ്റുവേഷൻസിന് ഇപ്പോൾ ഒരാൾ നല്ല വർക്ക് ചെയ്തിട്ട് എല്ലാവരും അയാളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ വേറൊരാളുടെ കൂടെ വർക്ക് ചെയ്യുന്നു, ആ സംഭവം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, അത് സെക്കൻഡായിട്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ സമീപിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യേണ്ടത്. അവൻ ചെയ്ത വർക്കുകൾ നല്ലതാണ്, അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതിൻ്റേതായ ഗുഡ്നെസ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് മാത്രമാണ് അപ്രൂവ് ചെയ്ത സാധനം. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത സാധനം ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയുള്ള വർക്കുകളാണ് ഞാൻ തുടങ്ങേണ്ടത്. സെയിം ടൈം തന്നെ ആത്മാർത്ഥമായിട്ട് അയാളെ നമുക്ക് ഓപ്പണായിട്ട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ മനസ്സിലൊക്കെ കിടക്കുന്ന ആ ഒരു സാധനം അങ്ങ് മാറും. ആ നല്ലൊരു വർക്കിൻ്റെ പാർട്ടായിട്ട് നമ്മളും മാറും.